ഈ മിസ്കാരേജ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം സ്ത്രീകൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ? പ്രഗ്നൻസി ടൈമിൽ ഇവർ ഓടിച്ചാടി നടക്കുകയും ജോലിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടല്ലേ? അത് അവരുടെ കുറ്റം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ലേ? അതിനിപ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇന്ന് ക്ലിനിക്കിൽ ഒരു സ്ത്രീ വന്നു. അവർ കഴിഞ്ഞ 4 മാസമായിട്ട് ഡിപ്രഷൻ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രോണിക് സ്ട്രെസ്സിലാണ്, ഉറക്കം കിട്ടുന്നില്ല, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുത്ത് വന്നപ്പോഴേക്കും അവർ പറഞ്ഞത് 4 മാസം മുമ്പേ അവർക്ക് മിസ്കാരേജ് ഉണ്ടായി. അതിനുശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും മറ്റ് ബന്ധുക്കളിൽ നിന്നൊക്കെ ഇവരാണ് ഇതിന് കാരണം, ഇവർ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, പ്രഗ്നൻസി ടൈമിൽ ജോലിക്ക് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെ 100 കാരണങ്ങൾ പറഞ്ഞ് ഇമോഷണലി സൈക്കോളജിക്കലി ഇവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ വീട്ടുകാരുടെ നാട്ടുകാരുടെ ഇമോഷണൽ അറ്റാക്ക്, മറ്റൊരു സൈഡിൽ ഇത് ഞാൻ കാരണമാണല്ലോ ഉണ്ടായെന്നുള്ള ഒരു കുറ്റബോധവും. ശരിക്കും ഇത് ഇവർ കാരണം തന്നെയല്ലേ ഉണ്ടായത്. ഇത് അവർ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് അവരുടെ ഭാഗത്തെ കുറ്റമല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇന്ത്യയിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ മിസ്കാരേജിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.3% ആണ്. അതായത് ഓരോ 1000 പ്രഗ്നൻസിയിലും 73 എണ്ണവും മിസ്കാരേജ് ഉണ്ടാകുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് എ റെയർ ഇൻസിഡൻറ്റ്. ഇനി 50% കൂടുതൽ മിസ്കാരേജുകൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജനറ്റിക്കൽ അബ്നോർമാലിറ്റീസ് ആണ്. അതായത് നമ്മൾ എത്ര കെയർ കൊടുത്താലും, എത്ര ബെറ്റർ ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ മിസ്കാരേജ് ഒഴിവാക്കാൻ പറ്റില്ല. ഇനി സ്ത്രീകൾക്ക് മാത്രമേ ഇതിൽ ഇൻവോൾവ്മെന്റ് ഉള്ളൂ? അല്ല, പുരുഷനും ഈക്വൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം കുട്ടിക്ക് ലഭിക്കുന്ന 50% ജനറ്റിക് മെറ്റീരിയലും മെയിൽ പാർട്ട്ണറിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് സ്പേംസിന് എന്തെങ്കിലും തരത്തിലുള്ള DNA ഡാമേജോ ക്രോമസോം ഇഷ്യൂസോ ഉണ്ടെങ്കിൽ മിസ്കാരേജ് ഉണ്ടാവാം. മെയിൽ പാർട്ട്ണറിന് സ്മോക്കിംഗ്, ആൽക്കഹോൾ, സ്ട്രെസ്, സ്ലീപ്ലെസ്നെസ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മിസ്കാരേജ് ഉണ്ടാവാം. അതേപോലെ തന്നെ പാറ്റേണൽ ഏജ് 35-ന് മുകളിലാണെങ്കിലും മിസ്കാരേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്ര കെയർ കൊടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് മിസ്കാരേജ് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. അതേപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഫീമെയിൽ പാർട്ട്ണറെ പോലെ തന്നെ ഈക്വലി റെസ്പോൺസിബിൾ ആണ് മെയിൽ പാർട്ട്ണർ. ഒരു മിസ്കാരേജ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഫീമെയിൽ പാർട്ട്ണറിനെ ഇമോഷണലി അറ്റാക്ക് ചെയ്യല്ല വേണ്ടത്. അവർ ഓൾറെഡി ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രോമയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയാണ് നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത്. സോ ഈ വീഡിയോ ആവശ്യം വരും നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളുടെ ചങ്കന അയച്ചു കൊടുക്കുക. മെന്റൽ ഹെൽത്ത് മാറ്റേഴ്സ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.